ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ചില സമയത്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും അല്ലേ, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും. അതായത് എപ്പോൾ, എങ്ങനെ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ, ആര്, എന്ത്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അതിന് യൂസ് ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് ഏതാണെന്നുള്ളത് ചില സമയത്തൊക്കെ നമുക്ക് കിട്ടാത്ത അവസ്ഥ വരും. സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്ന സിറ്റുവേഷൻസ് വരും. സോ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വിത്ത് എക്സാമ്പിൾസ്. സോ നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിന് യൂസ് ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള വേർഡ്സ് എന്താണ് ആൻഡ് അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ അവർ ടുഡേയ്സ് സെഷൻ. എഗൈൻ വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. അതിൽ ഫസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് എന്ത് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ നീ എന്താണ് കഴിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ വരുമ്പോൾ ഈ എന്ത് എന്നുള്ള വേർഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡാണ് വാട്ട് എന്നുള്ളത്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. വാട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയാം അല്ലേ. ഇനി പകരം നമ്മൾ ചോദിക്കുകയാണ് നീ ഇന്ന് എന്താണ് കഴിച്ചത്, നീ ഇന്ന് എന്താണ് കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ എന്ന് ചോദിക്കാം. വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ എന്നുള്ള രീതിയിൽ ചോദിക്കാം. സോ എന്ത് എന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡാണ് വാട്ട് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ വെൻ എന്നുള്ളതാണ്. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. വെൻ എന്ന് പറയുമ്പോൾ എപ്പോൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീ എപ്പോഴാണ് പോയത് എന്ന് ചോദിക്കും. നീ എപ്പോഴാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വെൻ ഡിഡ് യു ഗോ, വെൻ ഡിഡ് യു ഗോ എന്ന് വരും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണ്, നീ എപ്പോഴാണ് എക്സാം അറ്റൻഡ് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വെൻ ഡിഡ് യു അറ്റൻഡ് ദ എക്സാം എന്ന് പറയാം അല്ലേ. ഇനി അതല്ല, അവൾ എപ്പോഴാണ് വന്നത് എന്ന് പറയുകയാണെങ്കിലോ വെൻ ഡിഡ് ഷീ കം, വെൻ ഡിഡ് ഷീ കം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ എപ്പോൾ എന്നുള്ള രീതിയിലുള്ള സെൻറ്റൻസസ് ഒക്കെ നമ്മൾ വെൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇനി അടുത്തതാണ് എവിടെ എന്നുള്ളത്. മലയാളത്തിൽ നമ്മൾ എവിടെ എന്ന് പറയുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? വേർ. നമുക്ക് എല്ലാവർക്കും അറിയാം വേർ എന്നാണ് പറയുന്നത് അല്ലേ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട് എവിടെയാണ്, നിൻ്റെ വീട് എവിടെയാണ് എന്നിങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. വേർ ഈസ് യുവർ ഹോം, വേർ ഈസ് യുവർ ഹോം എന്ന് ചോദിക്കാം. ഇനി അതല്ല, നീ എവിടേക്കാണ് പോകുന്നത്, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ് എന്ന് പറയാം. ഇങ്ങനെ എവിടെ എന്ന് വരുന്ന എല്ലാ സെൻറ്റൻസസിലും എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? വേർ എന്നുള്ള വേർഡാണ്. ഇനി വേറെ ഒരെണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ എന്നുള്ളതാണ്. ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ് വരുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നീ എങ്ങനെയാണ് പോയത്, നീ എങ്ങനെയാണ് പോയത് എന്നെങ്ങനെ നമ്മൾ ചോദിക്കുക? ഹൗ ഡിഡ് യു ഗോ, ഹൗ ഡിഡ് യു ഗോ. നീ എങ്ങനെയാണ് പോയത്, ഹൗ ഡിഡ് യു ഗോ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൾ എങ്ങനെയാണ് എക്സാം എഴുതിയത് എങ്ങനെ ചോദിക്കാം? ഹൗ ഡിഡ് ഷീ റൈറ്റ് ദ എക്സാം, ഹൗ ഡിഡ് ഷീ റൈറ്റ് ദ എക്സാം. ഇങ്ങനെ എങ്ങനെ എന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡാണ് ഹൗ എന്നുള്ളത്. അടുത്ത ഒരു വേർഡാണ് വൈ എന്നുള്ളത്. വൈ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്തുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. എന്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈ ഡിഡ് ഹീ കോൾ യു, അവൻ എന്തുകൊണ്ടാണ് നിന്നെ വിളിച്ചത് എന്നുള്ള ചോദ്യം. വൈ ഡിഡ് ഹീ കോൾ യു, അവൻ എന്തുകൊണ്ടാണ് നിന്നെ വിളിച്ചത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അവിടെ വൈ ആണ് നമ്മൾ യൂസ് ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ളതിന്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈ ഡിഡ് യുവർ മദർ കം യെസ്റ്റർഡേ, നിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് ഇന്നലെ വന്നത്. വൈ ഡിഡ് യുവർ മദർ കം യെസ്റ്റർഡേ, നിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് ഇന്നലെ വന്നത് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് എന്നുള്ളതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് വൈ എന്നുള്ളത്. ഓക്കെ, ഇനി വേറൊരു വേർഡാണ് ഹൂ. ഇത് നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്നത് തന്നെയാണ് അല്ലേ, ഹൂ എന്നുള്ളത്. എന്താ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൂ ഈസ് യുവർ ഫ്രണ്ട്, നിൻ്റെ ഫ്രണ്ട് ആരാണ്. ഹൂ ഈസ് യുവർ ഫ്രണ്ട്, നിൻ്റെ ഫ്രണ്ട് ആരാണ് എന്ന് ചോദിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഹൂ ഈസ് ഹെർ ടീച്ചർ, അവളുടെ ടീച്ചർ ആരാണ്. ഹൂ ഈസ് ഹെർ ടീച്ചർ എന്നുള്ള രീതിയിൽ അവളുടെ ടീച്ചർ ആരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന മറ്റൊരു കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു മലയാളം വേർഡാണ് ഏത് എന്നുള്ളത് അല്ലേ. ഏത് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് വിച്ച് എന്നുള്ളത്. വിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് യുവർ കാർ,
നിൻ്റെ കാർ ഏതാണ് എന്ന് ചോദിക്കാം. വിച്ച് ഈസ് യുവർ കാർ, നിൻ്റെ കാറ് ഏതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് യുവർ ക്ലാസ്, നിൻ്റെ ക്ലാസ് ഏതാണ്. വിച്ച് ഈസ് യുവർ ക്ലാസ്, നിൻ്റെ ക്ലാസ് ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഹെർ സ്കൂട്ടർ, വിച്ച് ഈസ് ഹെർ സ്കൂട്ടർ എന്നുള്ള രീതിയിൽ അവളുടെ സ്കൂട്ടർ ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ഏത് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡാണ് വിച്ച് എന്നുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു ഇംഗ്ലീഷ് വേർഡാണ് ഹൂസ്. ഇത് നമ്മൾ ഒരുപാടൊന്നും കേട്ടിട്ടുണ്ടാവില്ല, എന്നാൽ ഹൂസ് എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ വേർഡാണ്. ഹൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്, ആരുടെ എന്നുള്ള അർത്ഥം. ഓക്കെ, എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൂസ് കാർ ഇസ് ദിസ്, ഇത് ആരുടെ കാറാണ്. ഹൂസ് കാർ ഇസ് ദിസ്, ഇത് ആരുടെ കാറാണ് എന്ന് ചോദിക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഹൂസ് ഹൗസ് ഇസ് ദിസ്, ഇത് ആരുടെ വീടാണ്. ഹൂസ് ഹൗസ് ഇസ് ദിസ്, ഇത് ആരുടെ വീടാണ്. ഇങ്ങനെ ആരുടെ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡാണ് ഹൂസ് എന്നുള്ളത്. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം നമ്മൾ കുറച്ചൊക്കെ കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. പക്ഷേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അത്ര പരിചയമില്ലാത്തതും എന്നാൽ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിത്ത് ഹൂം എന്നുള്ളതാണ്. ഹൂം എന്ന് നമ്മൾ പഠിച്ചു, അതിൽ ഇനി വിത്ത് ഹൂം എന്ന് പറയുന്നത്. വിത്ത് ഹൂം എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ആരുടെ കൂടെ എന്നുള്ളതിനാണ് നമ്മൾ വിത്ത് ഹൂം യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിത്ത് ഹൂം ഡിഡ് ഷീ ഗോ യെസ്റ്റർഡേ എന്ന് പറയാം. അവൾ ആരുടെ കൂടെയാണ് ഇന്നലെ പോയത് എന്നുള്ള രീതിയിൽ. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ വിത്ത് ഹൂം ഷുഡ് ഐ കം ടുഡേ, ഞാൻ ഇന്ന് ആരുടെ കൂടെയാണ് വരേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ വിത്ത് ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കൂടെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ടു ഹൂം. ടു ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട്. വിത്ത് ഹൂം എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ, ടു ഹൂം എന്ന് പറഞ്ഞാൽ ആരോട് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടു ഹൂം ഷുഡ് ഐ റിക്വസ്റ്റ്, ഞാൻ ആരോടാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ടു ഹൂം ഷുഡ് ഐ റിക്വസ്റ്റ് എന്ന് പറയാം. അടുത്തതായിട്ട് വരുന്ന രണ്ട് വേർഡ്സ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതാണ്. ഒന്ന് ഹൗ മെനി ആൻഡ് ഹൗ മച്ച്. ഹൗ മെനി എവിടെ യൂസ് ചെയ്യും ആൻഡ് ഹൗ മച്ച് എവിടെ യൂസ് ചെയ്യും എന്നുള്ളത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതാണ് അല്ലേ. അത് നമുക്കിപ്പോൾ ക്ലിയർ ചെയ്യാം. ഹൗ മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അത് കൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണിയാൽ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന അത്രയും വരുന്നതിനാണ് നമ്മൾ ഹൗ മെനി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ മെനി മാർബിൾസ് ആർ ദർ, അവിടെ എത്ര മാർബിൾസ് ഉണ്ട് എന്നുള്ള രീതിയിൽ, എത്ര എണ്ണം എന്നുള്ള രീതിയിലാണ് നമുക്കതവിടെ എണ്ണിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഹൗ മെനി എന്ന് പറയുമ്പോൾ അത് കൗണ്ടബിൾ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്, നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്, അത് നമുക്ക് എണ്ണാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൗണ്ടബിൾ ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ ഹൗ മെനിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഹൗ മച്ച് ആകുമ്പോൾ എത്രത്തോളം എന്നാണ് വരുന്നത്, എത്രത്തോളം. ഹൗ മെനി എത്ര എണ്ണം എന്നായിരുന്നു, ഹൗ മച്ച് എന്ന് പറയുമ്പോൾ എത്രത്തോളം. അത് കൗണ്ടബിൾ അല്ല, അൺകൗണ്ടബിൾ ആണ്. അത് നമുക്ക് എണ്ണിയാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു നമ്പറാണ് അവിടെ വരിക. ആ സമയത്ത് നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളമൊന്നും നമുക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതല്ല, അൺകൗണ്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് ഹൗ മച്ച് വാട്ടർ ഇസ് ദർ ഇൻ ദ ബോട്ടിൽ, ആ ബോട്ടിലിൽ എത്ര വെള്ളമുണ്ട്, എത്രത്തോളം വെള്ളമുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യുന്നത്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ മച്ച് ടൈം ഡിഡ് ഇറ്റ് ടേക്ക്, അത് എത്ര സമയം എടുത്തു എന്നുള്ള രീതിയിൽ. ഇനി അതും അല്ലെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഡു യു വോണ്ട്, നിനക്ക് എത്രത്തോളം വെള്ളം വേണം. ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ, അതായത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളെയാണ് നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്തിട്ട് പറയുന്നത്. ഹൗ മെനി ആകുമ്പോൾ എത്ര എണ്ണം എന്നും ഹൗ മച്ച് ആകുമ്പോൾ എത്രത്തോളം എന്നുള്ള മീനിങ്ങുമാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഇതുപോലെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രണ്ട് വേർഡ്സാണ്. ഒന്ന് ഹൗ ഫാർ ആൻഡ് ഹൗ ലോങ്. ഹൗ ഫാർ എന്നുള്ളതും ഹൗ ലോങ് എന്നുള്ളതും. ഓക്കെ, ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരത്തിനെയാണ് അവിടെ അളക്കുന്നത്. ആൻഡ് ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര കാലം എന്നുള്ളതാണ്, ഒരു ടൈം പീരീഡിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് ഹൗ ഫാർ ആൻഡ് ഹൗ ലോങ് തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് ഹൗ ഫാർ വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ഹൗ ഫാർ ഇസ് യുവർ ഹോം ഫ്രം യുവർ സ്കൂൾ, നിൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം എത്രയാണ്, അതാണ് ഹൗ ഫാർ. ഹൗ ഫാർ വരുമ്പോൾ നിൻ്റെ വീടും സ്കൂളും തമ്മിലുള്ള ദൂരം എത്രയാണ് എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഹൗ ഫാർ ഇസ് യുവർ ഹോം ടു യുവർ ഫ്രണ്ട്സ് ഹോം, നിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്, അതാണ് ഹൗ ഫാർ. ഹൗ ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരം എന്നുള്ള മീനിങ് ആണ് വരുന്നത്. പകരം ഹൗ ലോങ് ആവുമ്പോൾ അവിടെ നമ്മൾ എത്ര കാലം എന്നുള്ള രീതിയിലാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ലോങ് വിൽ യു വെയിറ്റ് ഫോർ മീ, എത്ര കാലം നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. ഹൗ ലോങ് എന്ന് പറയുമ്പോൾ എത്ര കാലം എന്നുള്ളതാണ്.
ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക്, ഇത് എത്ര കാലം എടുത്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ എത്ര ദൂരം എന്ന് പറയുമ്പോൾ ഹൗ ഫാർ യൂസ് ചെയ്യാം, എത്ര കാലം എന്ന് പറയുമ്പോൾ ഹൗ ലോങ് യൂസ് ചെയ്യാം. ആൻഡ് നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു വേർഡാണ് ഹൗ ഓഫൺ എന്നുള്ളത്. ഹൗ ഓഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. എത്ര തവണ, ഓക്കെ. അതായത് എത്ര തവണ നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾ ഹൗ ഓഫൺ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ ഓഫൺ വിൽ യു ഗോ ടു ജിം, നീ എത്ര തവണ ജിമ്മിലേക്ക് പോവും എന്നുള്ള രീതിയിൽ. ഇനി അതുമല്ല ഹൗ ഓഫൺ ഡു യു കോൾ ഹെർ, അല്ലെങ്കിൽ വിൽ യു കോൾ ഹെർ, നീ എത്ര തവണ അവളെ വിളിക്കും. ഇങ്ങനെ എത്ര തവണ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു കൗണ്ട്, എത്ര തവണ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഹൗ ഓഫൺ എന്നുള്ളത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ്, WH ക്വസ്റ്റ്യൻ വേർഡ്സ്, മറ്റു കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഐ ഹോപ്പ് ദ ക്ലാസ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് forget to subscribe my channel and enable the bell icon. And also end screen ചെക്ക് ചെയ്യുക, നമ്മൾ പ്രീവിയസ് ക്ലാസ്സസ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഡോണ്ട് ഫൊർഗെറ്റ് ദാറ്റ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.